Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Okay, good afternoon. Good Good afternoon. afternoon, Good Miss. afternoon, Miss. Good Good afternoon. afternoon, Miss. Prayer ആരാണ് പാടുന്നത്? മിസ്സേ പ്രയ മിസ്സേ ആ, ആയിരം പൂവുകൾക്കും ആകാശസീമകൾക്കും അനുപമ സൗന്ദര്യമേകിയോനേ ആനന്ദമാം കാരുണ്യമേ ആനന്ദമാം കാരുണ്യമേ സൃഷ്ടിയിൽ കാണുന്നു ഔന്നത്യം സൃഷ്ടാവേ നീയോ വിനയാൻവിതൻ സൃഷ്ടിയിൽ കാണുന്നു ഔന്നത്യം സൃഷ്ടാവേ നീയോ വിനയാൻവിതൻ സൃഷ്ടികൾക്കിത്രയും ചാരുതയെങ്കിൽ സൃഷ്ടാവേ എന്തു നിൻ സൗന്ദര്യം സൃഷ്ടികൾക്കിത്രയും ചാരുതയെങ്കിൽ സൃഷ്ടാവേ എന്തു നിൻ സൗന്ദര്യം ആയിരം പൂവുകൾക്കും ആകാശസീമകൾക്കും അനുപമ സൗന്ദര്യമേകിയോനേ ആനന്ദമാം കാരുണ്യമേ ആനന്ദമാം കാരുണ്യമേ. okay. Thought. ഞാനാണ് മിസ്. Good afternoon, all. The greatest glory in living lies not in never falling, but in rising every time we are fall. ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് വീഴുമ്പോഴെല്ലാം ഉയരുന്നതിലാണ്. തോട്ട്സ് ഓഫ് നെൽസൺ മണ്ടേല. താങ്ക് യു. This is Sain Jeta. Good afternoon, everyone. I'm Jasmine. Today I'm signing with the 7 rules of life. Let's start it. The 7th rule. First one, let it go. Never run a good day by
about a bad yesterday. Second, ignore them. Don't listen to other people. Live a life that is empowering to you. Give it time. The time heals everything. Fourth, don't compare. The only person you should try to beat is the best person of where yesterday. Stay calm. It's okay to have everything figured out. No, that is time you will get change. It's on you. Only you are in change of your happiness. Smile. Life is short. Enjoy it while you have it. Thank you. ഓക്കെ, ഇന്ന് നമ്മള് ഇന്നൊരു ക്ലാസ് അല്ല, ഇന്നൊരു ആക്ടിവിറ്റി ക്ലാസ് ആയിരിക്കും. ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ടോപ്പിക്സുകൾ തരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നത് പോലെ കേട്ടോ. ഓക്കെ, ചെറിയ 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 ഓരോ ടോപ്പിക്സ് ആയിരിക്കുള്ളൂ. അപ്പൊ ഓരോ ടോപ്പിക്ക് തന്നെ 1-2 പേർക്ക് തന്നെ പറയാം, മാക്സിമം 2 പേര്. ദെൻ അങ്ങനെ ഒരു 14 ടോപ്പിക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റി ആ ഒരു ആക്ടിവിറ്റി ഇൻസ്റ്റന്റ് ആയിട്ട് തരുന്ന സമയത്ത് നിങ്ങൾ അതെങ്ങനെ സംസാരിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സ്പീച്ച് ആക്ടിവിറ്റിയാണ്. ചെറിയ രീതിയിൽ ചെറിയ വാക്കുകളായിട്ട് ഒതുക്കരുത്, കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയാൻ നോക്കും കേട്ടോ. Okay, miss. ഓക്കെ, എല്ലാരും കേട്ടിട്ടുണ്ടോ? മിസ് ഡിബേറ്റ് ആണോ അതോ സ്പീച്ച് പോലെയാണോ? ടീച്ചർ ഓരോ ടോപ്പിക് ഓരോരുത്തർ തരും, അതിനെ പറ്റി സംസാരിക്കാം. ഡിബേറ്റ് വേറൊരു സെഷനിൽ, ഡിബേറ്റ് ഒക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൺക്ലൂഡ് ചെയ്തെടുക്കാൻ ലാസ്റ്റ്. നോക്കാം, അത് പിന്നീട് ഒരു ദിവസം നമുക്ക് കണ്ടക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസത്തെ കുറിച്ച്. ആരാ പറയുന്നത്? ഞാൻ പറഞ്ഞു നോക്കാം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ്. എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് നമുക്ക് ഒരിടത്തും നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലിക്ക് കയറണമെങ്കിൽ തന്നെ ഫസ്റ്റ് ആദ്യം ചോദിക്കുന്നവരുടെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നാണ് നമ്മളോട് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസം അനുസരിച്ചാണ് നമുക്കൊരു നമ്മുടെ കയ്യിൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം. അപ്പോൾ നല്ലൊരു ജോലി കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. പിന്നെ നമ്മൾ ഓരോ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ അനുസരിച്ചുണ്ടാവും. എല്ലാവരും ഇപ്പോൾ മിനിമം +2 വരെയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മുടെ ടാലന്റ് അനുസരിച്ച് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത്, പബ്ലിക്കിന്റെ മുന്നിലും അതുപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഒരു ഉടമയാക്കാനും സാധിക്കുന്ന ഒരു ഘടകമാണ് എഡ്യൂക്കേഷൻ. പിന്നെ ഇപ്പൊ എല്ലാവരും തന്നെ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആരും തന്നെ ഇല്ല. മിക്കവർക്കും തന്നെ PGയും ഒക്കെ ഉള്ള ആൾക്കാരാണ് എല്ലാവരും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ല. മാക്സിമം ഒരു 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് വീട്ടില് ഇങ്ങനെ 10 കഴിയുമ്പോൾ പിള്ളേരെ കെട്ടിച്ചു വിടുക. അതുപോലെ തന്നെ ഒരു 2-3 പിള്ളേരായി കഴിയുമ്പോൾ വീട്ടിലെ പണി, പിള്ളേരുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ, അങ്ങനെ ജോലിയോടൊന്നും പഠിക്കണം, ജോലിക്ക് പോകണം അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലാത്ത ആൾക്കാരാ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ഡിഗ്രി എങ്കിലും മിനിമം ആൾക്കാര് ചെയ്തെടുക്കാൻ നോക്കും. അത് വെച്ച് എന്താ പറയുന്നേ, എല്ലാവരും മുന്നോട്ടേക്ക് പോവുകയും ഇപ്പൊ പേരൻസ് തന്നെയാണെങ്കിലും ഇപ്പൊ മിക്കവരുടെയും പേരൻസ് അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കില്ല. അപ്പൊ എനിക്ക് പറ്റാത്തത് എൻ്റെ മക്കളിലൂടെ എനിക്ക് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച്
എന്താ മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. താങ്ക് യു. താങ്ക് യു. ഞാൻ പറയാം മിസ്സേ. ഒരാളും കൂടി കേട്ടോ, ഈ ഒരാളും കൂടി പറയണം. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജോലിക്ക് അത്യാവശ്യമാണ്. എന്നാൽ ജോലി ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോഴത്തെ കാലത്തിൽ പ്രത്യേകിച്ചും ജോലി ഇല്ലാതെ ജീവിക്കാൻ പോലും എഡ്യൂക്കേഷൻ വളരെ പ്രധാനമാണ്. നമ്മൾ ഒരാളുടെ സമൂഹത്തിന്റെ മുന്നിലെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ എല്ലാവരുടെ ഇടയിലും നമ്മുടെ ഒരു അവഗണന സഹിക്കണം. അതിന് പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ വേണം. GK ജനറൽ നോളേജും അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു വ്യക്തി തൊട്ടിട്ട് ഒരു സമൂഹത്തിന്റെ വളർച്ചയാണ് എഡ്യൂക്കേഷന്. നമ്മുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വ്യക്തിയും വളരണം. അതിനുവേണ്ടി എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ മക്കള്, അതായത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കളിലൂടെ നമ്മുടെ മക്കളെ നമുക്ക് വളർത്താൻ കഴിയൂ. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരിൽ കാണിച്ചു കൊടുക്കാനും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഓരോ വ്യക്തിയും, നമ്മളടക്കം നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ നമ്മുടെ തലമുറകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഓരോരുത്തരും എഡ്യൂക്കേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുട്ടികളെയും വാർത്തെടുക്കണം. ഓക്കെ മാം. മാനുഷിക മൂല്യങ്ങൾ, ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂസ് ആരാ പറയുന്നത്? ജിഷ, ഞാനൊരു ഒത്തിരി പേര് വിളിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? ജിഷ സി. ടീച്ചർ കേൾക്കുന്നുണ്ടോ ടീച്ചർ? ഓക്കെ, ശബ്ദം ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ അല്ലേ? ഇല്ല. എവിടെ പുറത്താണോ? അല്ല ടീച്ചർ, ഞാൻ പുറത്തല്ല, എന്നെ ഹാളിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ എന്നെ അടുത്ത റൂമിൽ കൊണ്ട് ഇരുത്തിയാലേ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവരൊക്കെ TV കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ്. ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ഇരുത്തിയതാണ്. അതാണ് ഞാൻ നേരത്തെ മൈക്ക് ഓൺ ചെയ്യാതിരുന്നത്, ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ആവുമെന്നും പറഞ്ഞു. കുഴപ്പമില്ല, പറയാൻ പറ്റോ? മാനുഷിക മൂല്യങ്ങളല്ലേ? അതായത് ഒരു പൗരനെ സമൂഹത്തില് സാംസ്കാരികമായും രാഷ്ട്രീയമായും വിദ്യാപരമായും ഉയർത്തുന്ന അല്ലെങ്കിൽ മൂല്യബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വരുമ്പോൾ മൂല്യബോധത്തിന് ഇപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ മനുഷ്യന്റെ വൈകാരികമായ തലങ്ങളെല്ലാം മറന്നുകൊണ്ട് മൂല്യബോധമില്ലാത്തവരായിട്ട്, പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ ബന്ധങ്ങളില്ലാതെ, അതായത് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ സഹജീവികൾ എന്നുള്ള ഒരു ബോധമില്ലാതെ വളരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റീസെന്റ് നമുക്ക് ഒരുപാട് വാർത്തകളിലൂടെ നമ്മൾ അതാണ് കണ്ടുവരുന്നത്. അപ്പോൾ മൂല്യബോധമുള്ളവരായിട്ട് ഓരോ പൗരനെയും വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അധ്യാപനത്തിലൂടെയുമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് പുതിയ അല്ലെങ്കിൽ നല്ല തലമുറയെ വാർത്തെടുക്കാൻ, അല്ലെങ്കിൽ നല്ല തലമുറയ്ക്ക് നല്ല കാര്യങ്ങൾ പകർന്നു നൽകുവാനും മൂല്യബോധമുള്ള പൗരനായി വളരുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതിലൂടെ നല്ല സമൂഹവും പ്രദാനം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. മാനുഷിക മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? സ്പെസിഫൈ ചെയ്ത് ഓരോന്നും. Okay. Yes. Next topic. Society. സമൂഹം. സൊസൈറ്റിനെ കുറിച്ച്. അമൃത ജീവൻ. അമൃത. ഓക്കെ മിസ് പറയാം.
ഹ്യൂമൻ സൊസൈറ്റിനെ കുറിച്ച് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് പല രീതിക്കുള്ള ആശയങ്ങൾ നമുക്ക് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നവരാണ്. ഇപ്പം നമ്മളെ സൊസൈറ്റി നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഡ്രസ്സിന്റെ കാര്യത്തിലായാലും ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിലായാലും ഒരു മനുഷ്യനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം സൊസൈറ്റി തന്നെയാണ്. ഒരു സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് നല്ലതും ചീത്തയും ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ നിന്നും ഒരുപാട് എക്സാമ്പിൾസ് നമുക്കുണ്ടാവും. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ പറ്റിയ നല്ല നല്ല എക്സാമ്പിൾസ് ഉണ്ടാവും. ഇതിൽ നിന്ന് കിട്ടുന്ന ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സൊസൈറ്റി ചില സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. കൂടുതലും സപ്രസ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. അതൊരു നെഗറ്റീവ് തോട്ടായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഒരു സേഫ് ആയിട്ടുള്ള സൊസൈറ്റി അല്ല. നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാര് എന്താണ് സൊസൈറ്റിയിൽ മറ്റുള്ളവരെ കാണുന്ന വിധങ്ങളെ പറ്റിയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത നാടാണെന്ന് പറഞ്ഞാൽ പോലും സൊസൈറ്റിയിൽ ഇപ്പോഴും ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് ഇതുമുണ്ട്. പിന്നെ ഒരുപാട് ഈവൻ നമ്മൾ ജോലി സ്ഥലങ്ങളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് എല്ലാത്തിനും കാരണം പിന്നെ ഈ സൊസൈറ്റിയിൽ പ്രധാനമായിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റിയ വേറൊരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയാസ് എന്നൊക്കെ പറയുന്നത്. അത് എന്താണ് നല്ല രീതിക്കും ബാധിക്കുന്നുണ്ട്, അഴുക്ക രീതിക്കും ബാധിക്കുന്നുണ്ട്. നല്ല രീതിക്ക് എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരും അറിയുന്നുണ്ട്. നെഗറ്റീവായിട്ടെന്ന് പറയുന്നത് ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, അതിനെ ഊതിപ്പെരുക്കി വലുതാക്കി സമൂഹത്തിൽ കൊണ്ടുവന്ന് അപ്പൊ ആൾക്കാർക്കൊരു തോന്നലുണ്ടാവും, എന്താണ് ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചെയ്താലും നമുക്കൊരു ഫേമസ് ആവാം എന്നുള്ളൊരു ഇതാവും. അപ്പൊ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളെ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. അത് നമ്മൾ എപ്പോഴും അതിന്റെ നല്ല വശങ്ങൾ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നെക്സ്റ്റ് ടോപ്പിക് കേരളം. കേരളം ഞാൻ പറയാം മിസ്. ആരോടാ? ആൻ പറയാം. ഓക്കെ. കേക്കാവോ? പറഞ്ഞോളൂ. കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ ഒരു എന്താ പറയാ, ഒരു അച്ചടക്കമോ അങ്ങനത്തെ ഒരു രീതിയിൽ ഇപ്പോൾ കേരളം എല്ലാ കാര്യത്തിലും ഇപ്പോൾ ജാതിപരമായിട്ടും എല്ലാ കാര്യത്തിലും നമ്മൾ മുമ്പോട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും വളരെയധികം ഇപ്പോഴും നമ്മൾ പിറകോട്ടാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുഞ്ഞ് നേരെ അവർ ചിന്തിക്കുന്നത് എങ്ങനെ പുറത്തു പോകാം, പുറത്തു പോയി അവിടെ എങ്ങനെ സെറ്റിൽ ആകാം. അപ്പൊ കേരളത്തിൽ നിൽക്കാൻ അവർക്ക് അതിനുള്ള താല്പര്യമില്ല. അപ്പൊ കേരളത്തിന് അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു കുറവുള്ളത് കൊണ്ടായിരിക്കില്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ജാതിപരമായിട്ട് ഞാൻ പറയുന്നത് കേരളം എന്ന് പറയുമ്പോൾ കേരളത്തെ കുറിച്ച് സംസാരിക്കാം. കേരളം മനസ്സിലായില്ലേ? വേറെ പ്രശ്നങ്ങളല്ല, എന്താണ് നമ്മൾ കേരളം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കേരളത്തെ കുറിച്ച് ഗോഡ്സ് ഓൺ കൺട്രി ആണ്, അതൊക്കെയല്ലേ? പറയാം മിസ്. കേരളം എന്നറിയപ്പെടുന്ന ഗോഡ്സ് ഓൺ കൺട്രി ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വിനോദസഞ്ചാര സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കേരളം. പിന്നെ എന്താണ്, മലനിരകളാലും നല്ല പച്ചപ്പാലും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല ഭയങ്കരമായിട്ട് വളരെ എല്ലാവർക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേരളം എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകൾ ഇപ്പോൾ യൂറോപ്യൻസ് ആണെങ്കിലും ഏത് ടൂറിസ്റ്റുകളാണെങ്കിലും അവർ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തുന്ന ഒരു പ്ലേസ് ആണ് കേരളം എന്ന് പറയുന്നത്. കായലായിട്ടും ബീച്ച് കാര്യങ്ങൾ എല്ലാം കൊണ്ടും വളരെ അധികം രസമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ എന്താണ്, വെള്ളച്ചാട്ടം കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ട്.
പിന്നെ നമ്മുടെ പൈതൃകപരമായിട്ടുള്ള കഥകളി, അങ്ങനത്തെ കുറെ ഓണം ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ആചാരമാണ്. അതുപോലെ അങ്ങനത്തെ കുറെ ആചാര രീതികളുള്ള ഒരു പൈതൃകപരമായിട്ട് ആഘോഷമാണ്. പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്ത ഞാൻ ടോപ്പിക് പറയട്ടെ മിസ്. ആരാണ്? ദിവ്യ. കേരളത്തിനെ കുറിച്ച് തന്നെയാണോ? അതെ. കേരളം, എൻ്റെ കേരളം സുന്ദര കേരളം. നമുക്ക് പച്ചപ്പാർന്ന ഒരു കേരളത്തിനെയാണ് കേരളം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത്. ഈ കേരളത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. നമ്മളുടെ പ്രകൃതി ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. കൊടുമുടികളും തോടുകളും പുഴകളും എല്ലാം പ്രകൃതിദത്തമായ ഒരു മനോഹരമായ സ്ഥലമാണ്. യാത്രക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് അവിടുത്തെ കേരളത്തിന്റെ ഒരു മനോഹാരിത തന്നെ. പിന്നെ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരപരമായ വൈവിധ്യം അവിടുത്തെ ജനങ്ങളില് എടുത്തു കാണിക്കുന്നതാണ് എപ്പോഴും. നമ്മളുടെ നൃത്തങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും എല്ലാം കൊണ്ട് സമൃദ്ധമാണ് കേരളം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാവട്ടെ, കാർഷിക കാര്യങ്ങളിലാവട്ടെ, എല്ലാത്തിലും കേരളം മുന്നോട്ടാണ്. പരിസ്ഥിതി ബോധമുള്ള ഒരു ജനതയാണ് കേരളത്തിൽ എപ്പോഴും ഉള്ളത്. എന്താണ് നമ്മളുടെ ജലസ്രോതസ്സുകളും നമ്മളുടെ കൃഷിപരമായ കാര്യങ്ങൾക്കും എല്ലാത്തിനും മുന്നേറ്റം കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. പിന്നെ എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, കേരള വിദ്യാഭ്യാസത്തില് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത്. കുട്ടികളുടെ ഒരു പുറമേയുള്ള ഒരു വിദ്യാഭ്യാസം, പഠിപ്പ് എന്നതിന് പകരം അവന്റെ ആരോഗ്യവും മാനസികവുമായ എല്ലാ കാര്യങ്ങൾക്കും മുന്നേറ്റം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. പിന്നെ ഓക്കെ, താങ്ക് യു. ടീച്ചർ ഞാൻ പറയട്ടെ? ഒരാള് രണ്ടുപേരും. അങ്ങനെയാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് പറയാം. വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്. എന്താ പറയുന്നത്? വിദ്യാർത്ഥികളെ കുറിച്ചിട്ട് എന്താ പറയാൻ സാധിക്കുക? ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഒത്തിരി ചേഞ്ചസ് ആണ് ഉള്ളത് അവർക്ക്. ഇപ്പൊ തന്നെ എന്റെ മോള് പഠിക്കുന്ന സ്കൂളില് ഇപ്പൊ ഒരു നമ്മള് പഠിക്കാൻ പോകുന്നതല്ല അവർക്ക് ഇപ്പോഴും. ആർക്കൊക്കെ എന്തൊക്കെ ഷൈൻ ഓഫ് ചെയ്യാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലെ കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത്. ഇപ്പൊ തന്നെ എന്റെ മോളുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോ അവിടെ വരുന്നത് ഈ ഡ്രിങ്ക്സ് കഴിക്കുക, ലവ് അഫെയർ, അങ്ങനെയൊക്കെയാണ് ഇപ്പം കാണുന്നത് പ്രത്യേകിച്ചിട്ട്. പക്ഷെ അതിനൊക്കെ ഒരു ഒരു സെമിനാർ അങ്ങനെ എന്തെങ്കിലും നമ്മളെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യാൻ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒത്തിരി ബോധം. പിന്നെ പഠിപ്പിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ഒത്തിരി പേര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഉഷാറാണി. വിദ്യാർത്ഥികളുടെ പ്രസന്റിലുള്ള കണ്ടീഷൻ അല്ല, ഒരു വിദ്യാർത്ഥി എന്താണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. പഠിക്കുന്ന കാര്യമാണോ മിസ്സേ? എന്താണ് ഒരു വിദ്യാർത്ഥി, അതുമായി ബന്ധപ്പെട്ട് എന്താണ് മനസ്സിലാകുന്നത് സംസാരിക്കുക. നമ്മളൊരു വിഷയത്തെ കുറിച്ച് ഒരു വിദ്യാർത്ഥിയായിട്ട് ഇരിക്കുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങളാണോ? അല്ല, നമ്മളൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ നമ്മൾ പറയുമല്ലേ വിദ്യാർത്ഥി നമ്മുടെ പുതിയ തലമുറയുടെ വാഗ്ദാനങ്ങളാണ്, അതല്ലേ ടീച്ചർ ഉദ്ദേശിച്ചത്? അതെ അതെ. അതിന് ഞാൻ ഇല്ല മിസ്സേ, ഞാൻ അതിന് പ്രിപ്പയർ അല്ല മിസ്സേ. വിദ്യാർത്ഥികൾ ഒരു നാടിന്റെ ഭാവിയാണ്. അവർ തന്നെ ലോകം നയിക്കുകയും നവീകരണങ്ങൾ നടത്തുകയും പുതിയ വഴികൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതിയും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾക്ക്
എന്താണ് ഒരു വിദ്യാർത്ഥിയുടെ നല്ലൊരു ക്വാളിറ്റി? വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അറിവ് തേടുന്ന പൂമ്പാറ്റകളാണ്. റസീന നമ്മൾ ഓരോരുത്തർക്ക് ഒരു ടോപ്പിക് കൊടുക്കുകയാണ്, സംസാരിക്കരുത് കേട്ടോ. ഓക്കെ, ഫർസാന പറയുന്നുണ്ടോ? പറഞ്ഞവര് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല വേണ്ട, ഞാൻ ഗ്രേഡ് ഇട്ട് കഴിക്കും, പറയണ്ട. ഞാൻ പറയട്ടെ മിസ്സേ. ഓക്കെ. ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാല് നമ്മൾ പഠിക്കണ കാലത്തോളം നമ്മൾ വിദ്യാർത്ഥികളാണ്. നമ്മളിപ്പോ 1-ാം ക്ലാസ് മുതൽ എത്രത്തോളം നമ്മൾ പഠിക്കണോ അതുവരെ നമ്മൾ വിദ്യാർത്ഥികളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളാവുമ്പോൾ നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ പോലെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ബഹുമാനിക്കാനും ആദരിക്കാനും അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിലെ എല്ലാ മുതിർന്നവരെ ബഹുമാനിക്കാനൊക്കെ പഠിക്കും. ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ മതി. അധ്യാപകർ, ടീച്ചേഴ്സ്. കീർത്തി ടീച്ചേഴ്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടീച്ചേഴ്സ് ആയിരിക്കും. പിന്നെ നല്ലോണം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അത് മനസ്സിലാക്കിയിട്ട് തരും. പിന്നെ മിസ് ഫോൺ നമ്പറൊക്കെ ചോദിച്ചാലും മിസ് ഞങ്ങൾക്ക് തരുമൊക്കെ ചെയ്യും. പിന്നെ നല്ലോണം പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്താ പറയുന്നേ? മിസ് ടീച്ചേഴ്സിനെ പറ്റിയിട്ട് തന്നെയാ. അധ്യാപകർ എന്ന് വെച്ചാൽ നമ്മളെയല്ല പറയുന്നത്, ഒരു ടോപ്പിക് ഇങ്ങനെ തരുന്നതാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാനുഷിക മൂല്യങ്ങൾ, അങ്ങനെ ഒരു ടോപ്പിക്സ് തരുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയാം കേട്ടോ. മനസ്സിലായില്ല കീർത്തിക്ക്? മനസ്സിലായോ സാർ? മിസ് ഞാൻ പറയട്ടെ? ഇംഗ്ലീഷിലാണ് ഫ്ലുവൻ്റായിട്ട് പറയാൻ പറ്റുന്നെങ്കിൽ എന്ന് പറഞ്ഞോളൂ കീർത്തി. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടീച്ചേഴ്സ് ആയിരിക്കും. പിന്നെ നല്ലോണം പഠിപ്പിക്കുകയൊക്കെ ചെയ്യും കുട്ടികളെ. പിന്നെ മുമ്പൊക്കെ ടീച്ചേഴ്സ് സ്കൂളിലൊക്കെ കിട്ടിയാന്ന് വെച്ചാല് കുട്ടികളെ ഒക്കെ നല്ലോണം പഠിപ്പിക്കും ഒക്കെ ചെയ്യും. പിന്നെ എല്ലാരെയും ഹെൽപ്പ് ചെയ്യും സ്റ്റുഡൻസിനൊക്കെ. ഞാൻ പറയട്ടെ? പറഞ്ഞവര് പറയാൻ പാടില്ല. മിസ്സേ എന്റെ നെറ്റ് എന്തോ കട്ടായി പോയതാണ്. മിസ്സേ എന്റെ നെറ്റ് കട്ടായി പോയതാണ്. എവിടെ എത്തി? നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നം. ഓക്കെ, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റുഡൻസിനോട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. അവർക്ക് സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനോടെല്ലാം ഷെയർ ചെയ്യുന്ന തരത്തിൽ അത്തരത്തിലൊരു ഫ്രണ്ട്ലി ആയിരിക്കണം ടീച്ചേഴ്സ്. സ്റ്റുഡൻസിന് ഒരു മോട്ടീവ് ആയിരിക്കണം ടീച്ചേഴ്സ് എപ്പോഴും. അത്രയും ഫ്രണ്ട്ലി ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ എപ്പോഴും ടീച്ചേഴ്സിനെ ആലോചിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. അത്രയും നല്ല രീതിക്കായിരിക്കും ടീച്ചേഴ്സ് ഉണ്ടാവുക. ചില ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്റ്റക്ക് ആയിരിക്കും. കാരണം അവരത്രയും നമ്മളോട് നല്ലൊരു ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരിക്കും. ഓക്കെ, യെസ്, നെക്സ്റ്റ് ടോപ്പിക്. വയോജനങ്ങൾ. അങ്ങനെ പറയുന്നത് ശ്രീലക്ഷ്മി സിത്തൻ കേൾക്കുന്നുണ്ടോ? ശ്രീലക്ഷ്മി പറയൂ, വയോജനങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മള് പ്രായമായവരെ നന്നായി ബഹുമാനിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. പ്രായമായവരെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് ബഹുമാനങ്ങൾ കൊടുക്കണം. നമ്മള് നമ്മുടെ അച്ഛനെയും അമ്മയും കുഞ്ഞിലെ മുതലേ വളർത്തി നമ്മുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും ഇപ്പം അവരും ഒരു
പ്രായത്തിലേക്കാവോ നമ്മളും അതേ പ്രായത്തിൽ എത്തുമ്പോഴത്തേനും നമുക്കും ആ ഒരു ഇത് നമ്മളിപ്പോ ബഹുമാനം കൊടുത്താലേ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമുക്ക് ആ ബഹുമാനം തിരിച്ചു കിട്ടുകയുള്ളൂ. നമ്മളിപ്പോ അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളോട് തിരിച്ച് ഇങ്ങനെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് തിരിച്ച് ഇങ്ങനെ തീരുമാനം. നമ്മളിപ്പോ ഒരു ബസ്സിൽ കയറുവാണെങ്കിൽ പോലും ഇപ്പം ഒരുപാട് എല്ലാ സീറ്റിലും എല്ലാരും കാണും. അപ്പം ഒരാൾ കയറി കഴിയുമ്പോഴത്തെ ഒരു പ്രായമായ ഒരു അമ്മ കയറി കഴിയുമ്പോൾ പലരും എഴുന്നേറ്റ് കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അവരെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനുമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞോ? വയോജനങ്ങളെ പറ്റി വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? മാം ഞാൻ പറയാം. ഓൾഡ് ഏജ് പീപ്പിളിനെ കുറിച്ചല്ലേ എന്താ പറയാ അതിന് മലയാളം എന്തായിരുന്നു? നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ നമ്മുടെ ദേശത്തിന്റെ ഒക്കെ ഒരു തൂണെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രായമായവരെ കുറിച്ച് പറയാം. കാരണം നമ്മൾ വളർന്ന് ഈ ഒരു നിലയിൽ എത്തുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മളെ മുതിർന്നവർ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമുക്ക് വേണ്ടി എത്രയൊക്കെ ത്യാഗങ്ങൾ ചെയ്യുന്നു. അവർ ഉറക്കമൊഴിച്ച് നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. ചെറിയ പ്രായം തൊട്ടേ അവര് നമുക്ക് പകർന്നു തരുന്ന അറിവുകള്, അവരുടെ എക്സ്പീരിയൻസ് അതൊക്കെ നമുക്ക് ഷെയർ ചെയ്തിരുന്ന നമ്മളെ അവരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ സൊസൈറ്റി നമ്മൾ വാല്യൂ ചെയ്യാന് അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനൊക്കെ നമ്മളെ നല്ലൊരു വ്യക്തിയാക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ കൂടെ നിന്നൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് റെസ്പെക്ട്, ഈ പറഞ്ഞ ഓണർ, നമ്മൾ എങ്ങനെ നമ്മുടെ അച്ഛനമ്മമാരെ എങ്ങനെ കെയർ ചെയ്യണം, അവരോട് എങ്ങനെ ബഹുമാനത്തോടെ പെരുമാറണം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിരിക്കും. ഒരുപാട് കഥകളിലൂടെ ആയാലും ഉപദേശങ്ങളിലൂടെ ആയാലും നമ്മുടെ എന്താ ലൈഫിന്റെ ഒരു പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും. നമുക്ക് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കെയറിങ്ങും സ്നേഹവും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളതും നമ്മുടെ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയിൽ നിന്നൊക്കെ ആയിരിക്കാം. വയോജനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, പൊതുവെ ഇല്ലെന്ന് പറയാം. കാരണം ഇപ്പൊ എല്ലാവരും വിദ്യാഭ്യാസത്തിനായാലും ജോലിക്കായാലും എല്ലാവരും തിരക്കേറിയ ഒരു സമൂഹമാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് പറയാം, അവർക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടും സമയം ചെലവഴിച്ച് അവരുടെ കൂടെ ഇരിക്കാനോ അവർ പറയുന്ന കഥകൾ കേൾക്കാനോ അവരുടെ ഉപദേശങ്ങൾ കേൾക്കാനോ അനുസരിക്കാനോ അവർക്ക് താല്പര്യമില്ലാത്ത, ഉപദേശങ്ങളെ ചെവി കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ കുട്ടികളായാലും അച്ഛനമ്മമാരായാലും അവർക്ക് ഒന്നിനും അവരെ നോക്കാനോ അവർക്ക് വേണ്ടുന്ന കരുതൽ കൊടുക്കാനോ ഒന്നിനും സമൂഹമില്ല. അവർ അല്ലെങ്കിൽ ഹോം നേഴ്സ് പോലുള്ള മറ്റുള്ളവരെ ചുമതലപ്പെടുത്തിയിട്ടാണ് അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവരെ തറവാട് വീടുകളിലൊക്കെ ഉപേക്ഷിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ് ഇപ്പം നമുക്ക് ചുറ്റും ഉള്ളത്. അങ്ങനെ കുടുംബം, ഫാമിലി. ഞാൻ പറയാം സർ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കുടുംബത്തിന് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട്. കുടുംബ ബന്ധങ്ങൾ ഇന്നത്തെ കാലത്ത് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം പല വഴിക്കാണ് ഇപ്പോ. കൂട്ടുകുടുംബത്തിൽ നിന്നല്ല ഇപ്പം തീർത്തും അണുകുടുംബമായി മാറി ഇന്നത്തെ അവസ്ഥ. കൂട്ടുകുടുംബം ഉള്ള സമയത്ത് എല്ലാവർക്കും നല്ല ഒത്തൊരുമയും സ്നേഹവും ഒക്കെയായി കഴിഞ്ഞിരുന്ന കാലമായിരുന്നു. ഇപ്പോൾ അണുകുടുംബമായി, എല്ലാവർക്കും തിരക്കേറിയ ജോലിയും ഒക്കെയായി എല്ലാ കുടുംബവും അണുകുടുംബമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഒരുമയും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും കുറഞ്ഞു. ഓരോ വീട്ടിലും 1-2 കുട്ടികളിൽ അധികം ഇപ്പൊ ഇല്ല.
ശ്രീമോ? പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ആരാണ് ആ ടോപ്പിക്കുമായിട്ട് സംസാരിക്കുന്നത്? കുടുംബം. ഞാൻ പറയട്ടെ, മറ്റേ എനിക്ക് പറയാൻ പറ്റിയില്ല. അത് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, മതി. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിസ്സേ ഞാൻ പറയട്ടെ? ഞാൻ പറയട്ടെ മിസ്സേ? പേര് പറയൂ. ഹസ്ന. ഹസ്ന, പറയൂ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ഫാമിലിയിൽ നിന്നാണ് ഒരു നല്ല ഒരു വ്യക്തികൾ പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഈ കുഞ്ഞുങ്ങൾ മുതൽ ആ ഫാമിലിയിൽ എന്താണോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിൽ എന്താണോ നടക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ വരെ വളർന്നു വരുന്നത്. ആ കുട്ടികളായിരിക്കും നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോവുക. അപ്പോൾ നല്ല വ്യക്തികളെ ഒക്കെ വാർത്തെടുക്കാൻ പറ്റുക തികച്ചും ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളായി മാറുന്നതോടുകൂടി ഈ മൊത്തത്തില് ആൾക്കാരുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും, അടുത്ത ബന്ധുക്കളെ പോലും ഇപ്പോഴത്തെ മക്കൾക്ക് അറിയില്ല. അപ്പം അതിന്റെ കാരണം ഈ ചെറിയ ചെറിയ കുടുംബങ്ങളാവുന്നതും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും തിരക്കേറിയ ജീവിതവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് പൊതുവെ ബന്ധങ്ങൾ കുറവായിരിക്കും. മുന്നേ കാലത്ത് കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് ഒരു ആ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയും എല്ലാവർക്കും പരസ്പരം അറിയായിരുന്നു. ഇപ്പം അങ്ങനെ നമ്മളെ ഒരു ഇപ്പം അച്ഛൻ അല്ലെ അച്ഛൻ്റെ ഏട്ടൻ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റില്ല ഇതാരാണ് എന്ന്. കുഞ്ഞുങ്ങൾക്ക് തീരെ അറിയില്ല ഇപ്പോൾ ഉള്ള. അപ്പം ഈ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും നമ്മൾ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടിയിണക്കി കൂടെ കൊണ്ടുപോവാൻ നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. അമ്മ, മദർ. മിസ്സേ ഞാൻ പറയാം. മിസ്സേ കേൾക്കണുണ്ടോ? ആ, ആരാ പറയുന്നത്? ഓക്കെ, പറഞ്ഞോളൂ. അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു സന്തോഷവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല സന്തോഷം വരുന്ന കാര്യം, അതേസമയം സങ്കടം വരുന്ന ഒരു കാര്യമാണ്. സന്തോഷം എന്ന് പറഞ്ഞു വെച്ചാൽ അമ്മ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ സന്തോഷത്തിന് കൂട്ടുനിൽക്കും. നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരോട് അത് ഷെയർ ചെയ്യാനും, അത് നമുക്ക് തുറന്ന് പറയാനും, എന്ത് കാര്യമാവട്ടെ നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു കാര്യത്തിൽ അമ്മമാരെന്തായാലും കൂടെ വേണം. അത് ഏത് സ്റ്റേജാന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അമ്മയെ വേണ്ടുന്ന ഒരു സമയമുണ്ട്. അതിന് എന്തായാലും നമ്മുടെ അമ്മയെ നമുക്ക് നല്ല പോലെ അത്യാവശ്യമാണ്, ആവശ്യവുമാണ്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ അമ്മമാരെ എപ്പോഴും നമ്മൾ സ്നേഹിക്കുക. ഇങ്ങോട്ടും നല്ല സ്നേഹമായിരിക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരലും, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒരു ഹെൽപ്പിനും എല്ലാത്തിനും നമുക്ക് അമ്മമാരെ അത്യാവശ്യമാണ്. പിന്നെ അത്രേ ഉള്ളൂ മിസ്സേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ടോപ്പിക്. മിസ്സേ ഞാൻ പറയാം. അമ്മ വെച്ചാല് ഒരു വീട്ടിലെ നെടുന്തൂണൊരു അമ്മയാണ്. നമ്മള് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടിക്കായാലും സ്വന്തം വീട്ടിൽ അമ്മ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോവാൻ തന്നെ തോന്നില്ല. ശരിക്കും ഒരു കളങ്കമില്ലാത്തൊരു സ്നേഹം അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളെ എന്തെന്നെ ചെയ്താലും മക്കൾക്ക് അമ്മോട് ദേഷ്യം കാണിക്കാം, പക്ഷെ ഒരു അമ്മ ഒരിക്കലും മക്കളോട് കാണിക്കില്ല. പിന്നെ ഒരു വീട്ടിലെ ഇല്ലായ്മ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് ലിമിറ്റേഷൻസ് ഇല്ല. തുല്യം അമ്മ മാത്രം. അതെ, ഞാൻ പറയാം. ഇല്ല, ഒരാള് ഒരു ടോപ്പിക്ക് 2 പേരാണ് കേട്ടോ. ടോപ്പിക് ഞാൻ തരാം. സുബി കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ. നെക്സ്റ്റ്, women.
3 വുമണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു കുടുംബത്തിന്റെ വിളക്കാണ് സ്ത്രീ എന്ന് റസീന പറയുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പറയൂ. ഒരു കുടുംബത്തിന്റെ നിലവിളക്ക് എന്നൊക്കെ പറയാം ഒരു പെൺകുട്ടിയെ. അവൾക്ക് ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് പല പല ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇപ്പൊ അമ്മയാകാം, മകളാകാം, മരുമകളാകാം, ഭാര്യയാകാം. അങ്ങനെ ഓരോ ഒരു ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ലേ ഓൾ ഇൻ വൺ ഗോ. എന്ത് അസുഖം ഉള്ള ഉണ്ടെങ്കിലും ഉറങ്ങണ്ടില്ല. അത് പാല് കുടിച്ച് കിടന്ന് എത്ര നേരം പാല് കുടിച്ചാന്നറിയാം. അപ്പുറം ഇപ്പുറവും കിടന്ന് പിന്നെ അടുത്ത് തോളിലിട്ടിട്ട് റസീന പറയൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ മേഖലകളിലും പെൺകുട്ടികൾ മുന്നോട്ട് എല്ലാ മേഖലകളും ഇപ്പൊ പ്രയത്നിക്കുന്നുണ്ട്. ഏറ്റവും നമ്മൾ നിസ്സാരമായി അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പല മേഖലകളിലും ഇപ്പോൾ പെൺകുട്ടികളാണ് നല്ല രീതിയിൽ. ഇപ്പൊ തന്നെ ഏതൊരു സ്ഥാപനത്തിൽ പോയാലും ഏറ്റവും കൂടുതൽ ജോലി വർക്ക് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. വെറുതെ വീട്ടിലിരിക്കാൻ പോലും, കാരണം വീടുകളിലെ ജോലികളെല്ലാം ചെയ്തിട്ട് പോലും അവരുടെ നിലനിൽപ്പിനും അവർക്കുള്ള ഭാവിക്ക് വേണ്ടിയും അവർ ജോലിക്ക് തന്നെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ കൊണ്ട് പറ്റില്ല എന്നല്ല, അവരെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ തന്നെ അവർ പല കാര്യങ്ങൾക്കും തന്നെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ എന്ന് വെച്ചാല് നമ്മള് പണ്ടൊക്കെ എന്ന് വെച്ചാല് പുരുഷന്മാർ ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും ഇപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും. ഇപ്പം ചെറിയ നമ്മുടെ ജിംനേഷ്യം പോലെ തന്നെയുള്ള, അത് പണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ജിംനേഷ്യം നടത്തുന്നത് അല്ലെ ബോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ബോയ്സ് ആണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എവിടെ പോയാലും ഒരു ലേഡി ട്രെയിനർ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ പല സ്ഥലങ്ങളിലും ഏത് സ്ഥലങ്ങളിലാണെങ്കിലും പുരുഷന്മാരുടെ അതേപോലെ തുല്യ അവകാശത്തിൽ തന്നെ സ്ത്രീകൾക്കും നമ്മുടെ അവകാശം കൊടുക്കാറുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടോപ്പിക്, കലാ സാഹിത്യം. കലാ സാഹിത്യം. ആരാ പറയുന്നത്? കേരളത്തിന്റെ കലയെക്കുറിച്ചും സാഹിത്യത്തെ കുറിച്ചും സംസാരിക്കുക. നഫ്സിയ നാസർ. നഫ്സിയ. ഹലോ, കേൾക്കാമോ? കല നമുക്ക് പരമ്പരാഗതമായിട്ട് തന്നെ കുറെ കലകള്, തനതായ കലകള് കേരളത്തിലുള്ളതാണ്. അതെല്ലാം ഇപ്പോൾ അന്യം നിന്ന് പോവുകയാണ്. നാടോടി നൃത്തമായാലും നാടൻപാട്ടാണെങ്കിലും കഥകളി അങ്ങനെയുള്ള പഴയ കലാരൂപങ്ങളെല്ലാം ഇപ്പോൾ അന്യം നിന്ന് ഇപ്പോൾ ഓരോ ചില അമ്പലങ്ങളിലൊക്കെ ചിലപ്പോൾ കുച്ചിപ്പുടി അങ്ങനെയുള്ള ചില കലാരൂപങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നെങ്കിൽ പോലും പൊതുവെ അതെല്ലാം ഇപ്പോൾ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. പിന്നെന്താ, സാഹിത്യത്തിലേക്കാണെങ്കിലും ഇപ്പോൾ പുതിയ തലമുറകളിൽ കൂടുതലും ഈ ഫോണുകളുടെയും ഇന്റർനെറ്റുകളുടെയൊക്കെ ഇതായത് കൊണ്ട് തന്നെ സാഹിത്യത്തിലേക്ക് പൊതുവെ ആളുകൾ കുറവാണ്. കുട്ടികളാണെങ്കിലും എഴുത്തും വായനയൊക്കെ എല്ലാവർക്കും കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് ഇത്. നെക്സ്റ്റ് ടോപ്പിക്, പൗരൻ. ഹുസൻ. പൗരൻ എന്താണ് ഒരു പൗരൻ? എന്താണ് ഒരു പൗരന്റെ ധർമ്മങ്ങൾ? എന്താ പറയുന്നത്? എന്താ പറയുന്നത്?
മിസ്സേ പറഞ്ഞ ആൾക്കാർക്ക് പറയാൻ പറ്റില്ല? ആരും ഇല്ലെന്നാണെങ്കിൽ ആൾ പറയാം. ഞാൻ പറയട്ടെ മിസ്സേ? വേറെ ആരും ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നില്ല എന്നാണെങ്കിൽ പറയാം. ദിവ്യ പറയുന്നുണ്ടോ? മിസ് ഒരു പേര് വിളിക്കും മിസ്സേ. സൈൻ ഇൻ ചെയ്യാനൊന്നും ആരും വരുന്നില്ല. മിസ് ഒരു പേര് വിളിച്ചാൽ മതി. അതാവുമ്പോ ആർക്കും കുഴപ്പമുണ്ടാവില്ലല്ലോ. സൈൻ ഇൻ ചെയ്യാനല്ലോ പറഞ്ഞത്? അല്ലല്ല, സൈൻ ഇൻ ചെയ്യാനൊന്നും അതായത് ഞാൻ ലീഡർ ആയിരിക്കുന്ന സമയത്തൊന്നും സൈൻ ഇൻ ചെയ്യാനൊന്നും ആരും ആക്റ്റീവ് അല്ല എന്നാ പറഞ്ഞത്. സൈൻ ഇൻ ചെയ്യാൻ ഓരോരോ കാരണങ്ങൾ പറയും. കാരണങ്ങൾ ഇപ്പൊ സത്യാണോന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ചെയ്യാനൊന്നും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് സംസാരിക്കാം. മിസ് ഒരു പേര് വിളിച്ചാൽ മതി. മിസ് ഞാൻ പറയട്ടെ? ഒരു പൗരന് എന്ന് പറഞ്ഞാല് ഒരുപാട് അവകാശങ്ങളും ഇതൊക്കെ നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പിന്നെ ഒരു പൗരന് എന്ന നിലക്ക് നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചെയ്തു കൊടുക്കാനും ഇതൊക്കെ കഴിയും. എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനും കഴിയും. പിന്നെന്താ, ഒരു പൗരന് ഒരുപാട് വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പൗരത്വ അവകാശങ്ങൾ ഉണ്ട്. പിന്നെ മിസ്സേക്ക് കിട്ടണില്ല, ഇത്ര തന്നെ കിട്ടണുള്ളൂ. ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. നല്ലൊരു എഡ്യൂക്കേഷനിലൂടെ നല്ല സമൂഹത്തിലൂടെയാണ് നല്ലൊരു പൗരനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുക. അപ്പൊ ഞാൻ ഗ്രേഡ് പറയാം. ചിലു എഡ്വിൻ ഗ്രേഡ് എ ആണ് കേട്ടോ. ചിലു. താങ്ക് യു മിസ്. സാരിബ എന്നാണോ? ഷാരിബ റുബീന. ഷാരിബ റുബീന എ ഗ്രേഡ് ആണ്. ജിഷാസി എ ഗ്രേഡ്. അബത്ത ജീവൻ എ. ആൻമരിയ ബി. ദിവ്യ സിനോജ് എ. അവനി രാജ് ബി. ഫർസാന റിൻജു ബി. ജൽസി അനീസ് ബി. ജസ്ലിയ. കീർത്തി ബി. ജാസ്മി എ. ശ്രീലക്ഷ്മി സിദ്ദിൽ എ. ശ്രുതി സുരേഷ് എ. അസ്ന അൻഷാദ് ബി. അസ്ന ബി. ദിവ്യ ദീപു എ. സുബി ബി. റസീന ബി. നഫ്സിയ നാസർ ബി. ഫർസാന ബി. മാം ഇപ്പൊ പറഞ്ഞത് ഗ്രേഡ് ആണോ? ഇപ്പൊ പറഞ്ഞത് ഗ്രേഡ് ആണോ? എനിക്ക് നെഗറ്റീവ് ആണ് ക്ലിയർ ആയില്ല ആദ്യത്തത്. താങ്ക് യു. നിങ്ങൾക്ക് ടോപ്പിക് തന്നത് നിങ്ങൾ അതുമായി എന്തൊക്കെ സംസാരിക്കും. ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് ഓൾമോസ്റ്റ് ഒരുപാട് ക്ലാസ്സുകളായി അല്ലേ? ഒരുപാട് വിഷയത്തെ പറ്റി നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചു. ക്ലാസ്സിലൂടെയും അല്ലാതെയൊക്കെ ഒരുപാട് ടോപ്പിക്സിനെ പറ്റി സംസാരിച്ചു. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആക്റ്റീവ് ആണ്. ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി തന്ന സമയത്ത് പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാവാം. പക്ഷെ അത് അങ്ങനെയല്ല കാണേണ്ടത്. പ്രിപ്പറേഷൻ ഇല്ല എന്നല്ല, എങ്കിലും നമ്മളുടെ ചെറിയ ടോപ്പിക്കുകൾ, നമ്മളുടെ ചുറ്റുമുള്ള ചെറിയ ടോപ്പിക്സുകളെ പറ്റി നമ്മൾക്ക് അതും എല്ലാം പറഞ്ഞത് വളരെ സിമ്പിൾ ആയ കാര്യങ്ങളാണ്. ഒട്ടും ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് അത്യാവശ്യം എലാബറേറ്റ് ചെയ്ത് പറയാൻ പോലും നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലെ? ക്ലാസ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ ഈ ആക്ടിവിറ്റി എന്തായാലും നല്ലോണം പോസിബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ആരും പോയിന്റ്സിലേക്ക് എത്തിച്ചേർന്നില്ല. ഞാൻ പറയുന്ന ടോപ്പിക്സിൽ നിന്നും വിപരീതമായിട്ടാണ് പലരും പല കാര്യങ്ങൾ പറഞ്ഞു വന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഹലോ ടീച്ചറെ, ഞാൻ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പൊ എത്തിയുള്ളൂ. ഇപ്പൊ ജോയിൻ ആയുള്ളൂ.
എന്താണ് എനിക്ക് മനസ്സിലായില്ല, സോറി. എഡ്യൂക്കേഷനെ പറ്റി പറയാൻ ഒരു ടോപ്പിക് വന്നാൽ എഡ്യൂക്കേഷനെ പറ്റി നമുക്ക് എന്തൊക്കെ പറയാം? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി പറയാം, ഒരു ക്ലാസ് റൂമിനെ പറ്റി പറയാം, എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം സ്കൂളുകളിൽ എങ്ങനെയാണ് കുട്ടികൾക്കുള്ള ആ ഒരു മെത്തേഡ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, അതൊക്കെ പറയാം. പിന്നെ മാനുഷിക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പക്ഷെ ഒരുവിധം പറഞ്ഞു. മാനുഷിക മൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്നേഹം, ദയ, കരുണ, അതൊക്കെ പറയുന്ന ഓരോ പോയിന്റ്സുകൾ. പിന്നെന്താണ്? സൊസൈറ്റിനെ പറ്റി, ഇന്നത്തെ സമൂഹത്തെ മാത്രം എടുത്താണ് നിങ്ങൾ പറഞ്ഞത്. എന്താണ് ഒരു സമൂഹം, എങ്ങനെയാണ് ആ സമൂഹത്തില് ഒരു സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള ആളുകളായിരിക്കും, ഏത് രീതിയിലുള്ള സ്ട്രക്ചറാണ് നമ്മുടെ സൊസൈറ്റിക്ക് ഉള്ളത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ അല്ലാതെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ സംസാരിക്കാറുള്ളതാണ്. ഇന്ന് ആ ഒരു പോയിന്റ്സും ഇവിടെ വന്നില്ല. പിന്നെ കലാസാഹിത്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ തനതായ ഒരുപാട് കലകളുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. കഥകളെ കുറിച്ച്, പടയടിയെ കുറിച്ച്, മോഹിനിയാട്ടം, വള്ളംകളി, കളരി, ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. സാഹിത്യത്തെ കുറിച്ച്, കേരള സാഹിത്യം, മലയാള സാഹിത്യം, സാഹിത്യകാരന്മാർ, കഥ, കവിത, സമാഹാരങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ഇവിടെ സംസാരിക്കാറുള്ളതാണ്. ഇതൊന്നും പറഞ്ഞില്ല ഈ പ്രാവശ്യം. അതുപോലെ കേരളത്തെ കുറിച്ച് വാതോറാതെ സംസാരിക്കാനുള്ള ടോപ്പിക്സുകളുണ്ട്. വിദ്യാർത്ഥികളെ കുറിച്ച് പിന്നീട് കുറച്ചെങ്കിലും പറഞ്ഞു എന്ന് തോന്നുന്നു. വിദ്യാർത്ഥികളെ പറ്റി പറഞ്ഞപ്പോ എങ്കിലും കുറവായിരുന്നു പറഞ്ഞത്. അധ്യാപകരെ പറ്റി നമ്മൾ പഠിക്കുന്നത് ഒരു മോണ്ടിസോറി ആയതുകൊണ്ട് എങ്ങനെ ഒരു അധ്യാപിക ആയിരിക്കണം, എങ്ങനെയാണ് ആ ഒരു അധ്യാപികയുടെ ആ ഒരു വീക്ഷണം അങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതൊന്നും ഇവിടെ സംസാരിച്ചില്ല. വയോജനങ്ങളെ പറ്റി പിന്നീട് കുറച്ചെങ്കിലും സംസാരിച്ചു. കുടുംബത്തെ കുറിച്ച് വളരെ കുറവായിട്ടാണ് സംസാരിച്ചത്. എലാബറേറ്റ് ചെയ്ത് ഇതിലും കൂടുതൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. അതുപോലെ അമ്മയെ കുറിച്ച് പറഞ്ഞതും പോയിന്റ്സുകൾ കുറവായിരുന്നു. വുമനെ കുറിച്ച്, സ്ത്രീനെ കുറിച്ച് പറഞ്ഞതും പോയിന്റ്സുകൾ കുറവായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു എന്ന് വെച്ചാൽ മുന്നേ പഠിച്ചു വെച്ചാണെങ്കിൽ കുറേയും കൂടെ കിട്ടിയാണ്. ഇല്ല, അതാണ് നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്, നമ്മളുടെ ചുറ്റുമുള്ള ടോപ്പിക്സുകളെ പറ്റി നമ്മൾക്ക് പരസ്പരം ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നും വലിയ കോംപ്ലിക്കേഷൻ ഉള്ളതായിരുന്നോ? ടീച്ചർ എനിക്ക് അറിയുന്നത് ചോദിച്ചില്ലല്ലോ. ടീച്ചർ കുറച്ച് ടഫായിട്ടുള്ളതല്ലേ ചോദിച്ചു. അറിയുന്നൊന്നല്ല, നിങ്ങൾക്ക് ഇതെല്ലാം ടോപ്പിക്സിനെ പറ്റി. ഞാൻ മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് പറയാൻ നിന്നപ്പോഴത്തേക്ക് എന്റെ മൈക്ക് വർക്ക് ആവുന്നില്ല. ഞാൻ അതിൽ തൊട്ടിട്ടും അത് വർക്ക് ആവുന്നില്ല. അപ്പോഴത്തേക്കും ടീച്ചർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. കുഴപ്പമില്ല, സാരില്ല. എന്തൊക്കെയോ മനസ്സിൽ പറയാൻ വിചാരിച്ച പറയട്ടെ, ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. എനിക്കറിയായിരുന്നു നിങ്ങൾ ഇന്ന് ഈ ഒരു ആക്ടിവിറ്റി തുറന്നാല് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തി. നിങ്ങൾ എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. അത് മാത്രമേ ഒരു ഇതായി തോന്നിയുള്ളൂ. പക്ഷെ അല്ലാത്ത ക്ലാസ്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഒരു ചെറിയ ടോപ്പിക്സുകൾ വെച്ച് തന്നപ്പോൾ നിങ്ങൾക്ക് അതിന് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റാതെ പോയി. ഓക്കെ, ഇന്നത്തെ ചിലപ്പോൾ പാരലൊക്കെ ആയ ഒരു ദിവസം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാവരും ഒരേപോലെ സംഭവിച്ചു, അതാണ്. പെട്ടെന്ന് ചോദിച്ചപ്പോഴേ കിട്ടുന്നില്ല. പെട്ടെന്ന് ചോദിച്ചപ്പോ എന്തോ പോലെ പോയി. മനസ്സിലായില്ലേ എപ്പോഴെങ്കിലും എവിടെ വയ്ക്കുന്ന ഒരു പണി വരുന്നത്? മിസ്സേ, ആ ടൈം ശരിക്ക് ബ്രെയിൻ വർക്കാവില്ല, അതാണ്. അങ്ങനെയല്ല, പെട്ടെന്നല്ലേ എല്ലാരും പറയുന്ന പോലെ പെട്ടെന്നല്ലേ. അത് കാരണം നമുക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നേരെ പ്രിപ്പറേഷൻ തരാൻ എനിക്ക് പറ്റില്ല. കാരണം അടുത്ത ദിവസം ഞാനിങ്ങനെ ഒരു ആക്ടിവിറ്റി തരുന്നുണ്ട്. കുറച്ച് ടോപ്പിക്സുമായിട്ട് നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ടോപ്പിക്സ് ആണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലെ. ടീച്ചർ അപ്പൊ ഒരു ടോപ്പിക് വരും, അപ്പൊ ഞങ്ങൾ സംസാരിക്കണം എന്നുള്ളൊരു മൈൻഡ് മാത്രമായിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറുന്നത് അല്ലെ. അത്രയല്ലേ നിങ്ങൾ ചെയ്യുള്ളൂ. ഇൻകേസ് ഞാൻ ടോപ്പിക് തന്നിട്ടാണ് അങ്ങനെ പറയിപ്പിക്കുന്നതെങ്കിൽ അതൊരു നിങ്ങൾക്ക് സ്ട്രക്ചേർഡായിട്ട് അതൊക്കെ പറയും. എവിടെന്നെങ്കിലും ഒക്കെ നോക്കി കണ്ടുപിടിച്ച് എഴുതി അത് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നതറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കുകൾ തന്നത്. മനസ്സിലായോ? അതെ ടീച്ചർ, ഇതാകുമ്പോ നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് നമുക്ക് തന്നെ ഒരു ധാരണ കിട്ടും. അറിവ് മാത്രല്ല, പെട്ടെന്ന് എന്തെങ്കിലും കേട്ടാൽ അത് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയത് ഒരു ടോപ്പിക്കുമായി പറഞ്ഞപ്പോ ആ ടോപ്പിക്കിനെ എങ്ങനെ
അത് എങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്ന് അറിയില്ല. അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ മിഡിൽ പാർട്ടിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് അറിയും. അതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ പറയുന്നത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ അതിനൊരു മാറ്റർ ഉണ്ടാവും, പിന്നെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിപ്പോ സ്പീച്ച് പറയുന്നതാണെങ്കിലും ശരി, എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആദ്യം പറയേണ്ടത് അവസാനം പറഞ്ഞു, അവസാനം പറയേണ്ടത് എവിടെയൊക്കെയോ പറഞ്ഞു. അത് അങ്ങനെ ഒരു മിനിറ്റെങ്കിലും ടൈം തരേണ്ടി മിസ്സേ ആലോചിക്കാന്. സമയമൊന്നുമില്ല. ആ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ പറ്റില്ല. എനിക്ക് കൺക്ലൂഷൻ ചെയ്യാൻ പറ്റില്ല. അത് മാം നെക്സ്റ്റിലേക്ക് പോയാൽ എന്റെ നീട്ടി സംസാരിച്ചു പോണ കാരണമായിരിക്കും. പറഞ്ഞപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, ഒരു മാറ്റർ ഒന്നും. പക്ഷെ പിന്നെ അതങ്ങ് വേറെ എങ്ങോട്ടൊക്കെ പോയി തോന്നും. കുഴപ്പമില്ല. ഇനി ഒരു ചാൻസും കൂടി തരണം ഒരു ക്ലാസ്സിൽ. ഈ ഒരു ചാൻസ് തരാം. ടോപ്പിക് പറഞ്ഞു തന്നിട്ട് വരാൻ പോവാണ്. പക്ഷെ അതെങ്ങനെയാണ് വരാൻ പോകുന്നത്? പിന്നെ എല്ലാരും പൊളിയായിരിക്കും. ടോപ്പിക് പറഞ്ഞ എല്ലാരും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വരും. ഇല്ല, പഠിക്കാൻ സമയം തരില്ല. ക്ലാസ് തുടങ്ങുമ്പോ തന്നെ കുറച്ച് പേർക്ക്, കുറച്ചൊരു 5 പേരെ വിളിച്ചിട്ട് 5 പേർക്ക് പ്രത്യേകമായിട്ട് ടോപ്പിക്സ് അപ്പൊ തന്നെ അങ്ങ് കൊടുക്കുവാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയം കൊണ്ട് ആദ്യം ആരുള്ള ടോപ്പിക് തരും, പേര് പറയും. അവർ ആ ഒരു സമയം കൊണ്ട് അറിയാവുന്ന വിവരങ്ങൾ മനസ്സുകൊണ്ട് ജനറൽ നോളേജ് ആണോ അതോ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നാണോ ചോദിക്കുന്നത്? കേട്ടോ, ഇതൊക്കെ എന്ത് ചെറിയ ടോപ്പിക്കാണോ ഇപ്പൊ ഞാൻ തന്നത്? നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെ പറ്റി അറിയില്ലേ? അറിയാം. പിന്നെ സൊസൈറ്റി എന്താണെന്ന് അറിയാം, വിദ്യാർത്ഥികൾ എന്താണെന്ന് അറിയാം, അധ്യാപകർ എന്താണെന്ന് അറിയാം, വയോജനം എന്താണെന്ന് അറിയാം, അമ്മ ആരാണ്, അതുപോലെ തന്നെ എന്താണ് കുടുംബം എന്താണ്, ഒരു വുമൺ എന്താണ്, കേരളത്തെ കുറിച്ച്, കേരള സാഹിത്യത്തെ കുറിച്ച്, പിന്നെ സൊസൈറ്റിനെ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. നല്ല അട്ടി വെച്ചുതരാം. ഒന്നും കൂടി പറയിപ്പിക്കാം മിസ്, എന്നാ പറഞ്ഞോ. 28 എനിക്ക് സമയമില്ല കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഡേ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ടീച്ചർ ഇന്ന് ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിരിച്ച് ഒരു വഴിയാവും. അല്ലല്ല, ഞാൻ നിങ്ങളോട് പഠിച്ചത് ഒരു കുട്ടിയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ ഡെവലപ്മെന്റൽ സ്റ്റേജിലെ ഒരു ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട് ഒരു കുട്ടിയിൽ നിന്ന് ഏത് പ്രായത്തെ എക്സ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഏത് ഏജിലാണെന്നുള്ളത്. ഞാനത് നേരെ വിപരീതമായിട്ട് ചിന്തിച്ചു. ഞാൻ നിങ്ങളിത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ആക്ടിവിറ്റി നിങ്ങളിത് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് പറ്റില്ല. ടീച്ചർ ഞങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ടീച്ചർ വിചാരിക്കാത്ത സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ചെയ്യുന്നത്. ഞങ്ങളിൽ നിന്ന് അസൈൻമെന്റ്, സെമിനാർ അതൊക്കെ പ്രതീക്ഷിച്ചാ മതി. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ക്ലാസ്സിലല്ലേ, വേറെ ആരും തന്നില്ല. Hello friends and teachers. Today we are discussing so many topics. This opportunity give Miss Adira. Are very thankful for every. You are very good teacher. So my dear friends, let's have to be bright, shining, teaching future ahead. I will always pray to happen good things around us. So this is Usha signing off. Have a marvelous day. Thank you. Okay, thank you. Thank you, miss. Thank you. Thank you, miss. Thank you, miss. എല്ലാം കേൾക്കാൻ പറ്റി.